നമുക്കറിയാം പുരുഷന്മാരുടെ വസ്ത്രം അത് അഫ്ളലായി പറയുന്നത് നിസ്ഫുസാക്കണം. ഒരു നാട്ടിലെല്ലാവരും കണങ്കാലിന്റെ മധ്യത്തിലാണ് ധരിക്കുന്നത് എങ്കിൽ അതേപോലെ ധരിക്കുക എന്നുള്ളതാണ് അഫ്ളൽ. ഒരു നാട്ടിൽ എല്ലാവരും അങ്ങനെയാണെങ്കിൽ അതാണ് അവിടെ അഫ്ളലായിട്ടുണ്ടാവുക. എന്നാൽ അവൻ നെരിയാണി വരെ അവന് വസ്ത്രം ധരിക്കാം. മാതാപിതാക്കളിൽ ഒരാൾ പറയാണ് നീ നിസ്ഫുസാക്ക് ധരിക്കേണ്ട, നെരിയാണി വരെ ധരിച്ചോളൂ. നീ മാതാപിതാക്കളെ അനുസരിക്കണം, നിർബന്ധമാണെന്നാണ് പറയുന്നത്. കാരണം നിസ്ഫുസാക്ക് വരെ ധരിക്കൽ വാജിബില്ല, സുന്നത്തേ ഉള്ളൂ. മാതാപിതാക്കളെ അനുസരിക്കൽ നിർബന്ധമാണ്. പക്ഷെ മാതാപിതാക്കൾ പറയാണ് നീ നെരിയാണിക്ക് താഴെണം എന്ന് പറഞ്ഞാൽ അവിടെ അനുസരിക്കേണ്ടതില്ല. കാരണം അവിടെ ധിക്കാരമായി. അപ്പൊ ധിക്കാരമാവാത്തടത്തോളം കാലം, അള്ളാനെ ധിക്കരിക്കാത്തടത്തോളം കാലം അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ സ്വീകരിക്കണം എന്നുള്ളതാണ്. അപ്പൊ അത് ശരിക്കും നന്നായി മനസ്സിലാക്കേണ്ട ഫിഖാണ്. കാരണം ചില ആളുകൾ ദീനിലേക്ക് ആദ്യം വരുന്ന സമയത്ത് അവർക്ക് ദീനിനോട് നല്ല താല്പര്യങ്ങളും ആവേശം ഉണ്ടാകുന്ന സമയത്ത് മാതാപിതാക്കൾ പറയുന്ന ചില കാര്യങ്ങൾ അവർ പെട്ടെന്ന് അംഗീകരിക്കുകയില്ല. ഈ അടുത്തൊരു സുഹൃത്ത് പറഞ്ഞു, നീളമുള്ള കന്തൂറ ധരിക്കാൻ എൻ്റെ ഉമ്മ വിടുന്നില്ല, അതേപോലെ ഉമ്മ താടി വടിക്കാൻ പറയുന്നു. അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ കന്തൂറ ധരിക്കുന്ന കാര്യം നിനക്ക് മാറ്റിവെക്കാം. നീ കന്തൂറ ധരിച്ചിട്ടില്ലെങ്കിലും നീ മുസ്ലിമാണ്. അത് നല്ലൊരു വസ്ത്രമാണ്, അത് നിനക്ക് നിർബന്ധമായ ഒരു കാര്യമല്ല. അത് ധരിക്കുകയാണെങ്കിൽ നല്ലതാണ്. നിന്റെ ഔറത്തൊക്കെ പൂർണ്ണമായി മറയുന്ന മനോഹരമായ ഒരു വസ്ത്രമാണ്. അത് നിന്റെ ഉമ്മാക്ക് ഇഷ്ടപ്പെടുത്തില്ല, ഉമ്മ അത് ഒഴിവാക്കാൻ പറഞ്ഞാൽ നിനക്കത് ഒഴിവാക്കാവുന്നതാണ്. അത് ഒഴിവാക്കിയത് കൊണ്ട് നീ അള്ളാഹുവിൻ്റെ അടുക്കൽ കുറ്റക്കാരനാകുന്നില്ല. നീ ഔറത്ത് കൃത്യമായി മറയുന്ന മറ്റു വസ്ത്രം ധരിച്ചാൽ മതിയാകുന്നതാണ്. പക്ഷെ താടി വടിക്കാൻ പറഞ്ഞാൽ അത് നിനക്ക് അനുവദനീയമാവുകയില്ല. അത് അവരുടെ ഉമ്മയോട് ഏറ്റവും നല്ല മനോഹരമായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് തെളിവുകൾ ബോധ്യപ്പെടുത്തി മനസ്സിലാക്കാനേ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ ചില ആളുകൾ എന്ത് ചെയ്യും, അതിൻ്റെ പേരിൽ ഉമ്മയോട് ചിലപ്പോൾ തർക്കും. ഉമ്മ ചിലപ്പോൾ അങ്ങനെയുള്ള ചില കാര്യം ഒഴിവാക്കാനാണ് പറയാം. അതിൻ്റെ പേരിൽ ഉമ്മയോട് കയർക്കും, ചിലപ്പോൾ മോശപ്പെട്ട രീതി സംസാരിക്കും. അത് വേറൊരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. അവർ നമ്മളിലേക്ക് കൂടുതൽ ഹക്കിലേക്ക്, സത്യത്തിന്റെ വഴിയിലേക്ക് എത്തുന്നതിന് ചിലപ്പോൾ തടസ്സമായി തീരും. ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യമാണ്.